പി.വി. അൻവർ വോട്ട് ചോദിച്ച് വീട്ടിൽ വരരുതെന്ന് നിലമ്പൂർ ആയിഷ. CPM-ൽ നിന്ന് അകന്നപ്പോൾ തന്നെ ഒപ്പം നിർത്തി ഫോട്ടോ എടുത്ത് അൻവർ കുരുക്കിലാക്കി. അൻവർ രാജിവെച്ചത് നന്നായെന്നും നശിച്ചുപോയൊരു MLA നിലമ്പൂരിന് വേണ്ടെന്നും ആയിഷ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. നിലമ്പൂർ എന്ന നാടിന്റെ ജീവിക്കുന്ന ചരിത്രം കൂടിയാണ് നിലമ്പൂർ ആയിഷ. 1950കളിൽ പെൺകുട്ടികൾ പഠിക്കാൻ പോലും പോകാത്ത ഒരു കാലത്ത് ധൈര്യപൂർവ്വം നാടകവേദികളിലെത്തി. ഒട്ടേറെ രാഷ്ട്രീയ നാടകങ്ങളുടെ ഭാഗമാവുകയും ചെയ്തു. ഈ കേട്ടിടപ്പൊക്കെ ആയിരുന്നല്ലോ കൂടുതൽ അന്ന് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ എന്നും രാഷ്ട്രീയം ജീവിതത്തിലുണ്ട് അല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. രാഷ്ട്രീയത്തോടൊപ്പാണ് എൻ്റെ സംസ്കാരവും അത് എല്ലാം. ഇപ്പോഴും പാർട്ടി പരിപാടികൾ, CPM-ന്റെ പരിപാടികളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊക്കെ ഇറങ്ങിയോ? തീർച്ചയായും പോയിരുന്നു. എന്താ തോന്നുന്നത്, ഇത്തവണ LDF സ്ഥാനാർത്ഥി ഇവിടെ വിജയിക്കോ? തീർച്ചയായിട്ടും. കാരണം അത്ര നല്ല ജോലി അറിയാവന്, പ്രസംഗങ്ങൾ അറിയാം, മനുഷ്യനെ എങ്ങനെയാണ് നേരിടേണ്ടതെന്നറിയാം. അങ്ങനെയുള്ളൊരു പയ്യനാണ്. അൻവറായിട്ടും ഉമ്മയ്ക്ക് ഭയങ്കര അടുപ്പായിരുന്നില്ലേ? അടുപ്പായിരുന്നു. ആദ്യം വന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ അടുപ്പായിരുന്നു. അതിനുശേഷം നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനം, നമ്മളവിടെ ഞാൻ മുഖ്യമന്ത്രിൻ്റെ അവിടെ കൂടെ ഇങ്ങനെ പോകുന്ന ആ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കണ്ടാൽ നമുക്കൊരു എന്തായാലും ഇയാളുടെ മനസ്സിൽ എന്തോ ഒന്നുണ്ട്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് മുഖ്യമന്ത്രി ആവണം എന്നുള്ളൊരു ബോധം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അതാണോ ഇതൊക്കെ ചെയ്യിപ്പിച്ചത്? അതായിരിക്കണം ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. അത് ഇന്നലത്തെ അവന്റെ ഒരു ഭാഷയിൽ എനിക്ക് മനസ്സിലായത്. ഇടയ്ക്ക് വെച്ച് ഈ മുഖ്യമന്ത്രിയൊക്കെ പിണങ്ങി പിരിഞ്ഞ് രാജിവെച്ച ശേഷം ഉമ്മ പോയി കണ്ടിരുന്നില്ലേ അൻവറിനെ? അന്ന് വലിയ വിവാദമൊക്കെ ആയിരുന്നല്ലോ. ഞങ്ങള് കോഴിക്കോട് നിന്ന് തിരിച്ചു വരുന്ന വരവില് ഞാൻ ഇയാളെ വീട് കണ്ടിട്ടില്ല. വീട് പുറത്തുനിന്ന് കണ്ടിട്ടില്ല, ഉള്ളിൽ നിന്ന് കണ്ടിട്ടില്ല. എനിക്കൊന്ന് ഇറങ്ങിയാലെന്താ, ഞാൻ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമോയെന്ന് ചോദിച്ചു. ഞാൻ നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേ ഇവിടുന്ന് നിലമ്പൂരിൽ നിന്ന് ഒരൊറ്റ വിളിയാണ്, ആയിഷാത്താണ് പോകുന്ന. മുഖ്യമന്ത്രിയായി തെറ്റി, CPM-മായി തെറ്റിന്ന് അപ്പം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല? അതൊന്നും ഞാൻ അറിയുന്നില്ല. പിറ്റേ ദിവസം അത് TK ഹംസ വന്നിട്ട് അദ്ദേഹം വന്നിട്ടാണ് അത് തിരുത്തിയത്. ഇല്ലെങ്കിൽ ഞാൻ ഈ ജനത്തിൻ്റെ ഉള്ളിൽ ഈ വേറെ ആരോ ആയിരുന്നു എന്ന് തോന്നുന്നു. അൻവർ കുടിക്കും ഉമ്മേനെ, അങ്ങനെയാണോ പറയണത്? അതിത്തവണ വോട്ട് ചോദിക്കാൻ വന്നാൽ എങ്ങനെയാ അൻവർ വോട്ട് ചോദിക്കാനൊക്കെ വരും തോന്നുന്നുണ്ടോ? ഇല്ല വരില്ല, അതൊന്നും വരില്ല. എനിക്ക് യാതൊരു താല്പര്യമില്ല, യാതൊരു ബന്ധമല്ല. ഇങ്ങോട്ട് വരണ്ടെന്നാണോ? വരരുത്. അദ്ദേഹത്തിന് നല്ല മനസ്സാകുന്നവരെ വരരുത്. ഇങ്ങനെ അൻവർ രാജിവെക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നോ? അതുണ്ടായിരുന്നു. കാരണം എങ്ങനെയാ ഇവിടെ നമുക്ക്